ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇക്കാടെ ബ്രദർ നാട്ടിൽ നിന്ന് വന്ന വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പകുതി പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പകുതി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റുള്ള ചക്കയായിരുന്നു കേട്ടോ. ശരിക്കും ഇത് പഴുപ്പില്ലാ ചക്കയാണ്. കുട്ടികൾക്കൊന്നും തീരെ കഴിക്കാൻ പറ്റില്ല കേട്ടോ, അവർക്കൊന്നും ഇഷ്ടാവില്ല. ഇവിടെ പിള്ളേരെല്ലാവരും ചക്ക ഫാൻസാണ്. പക്ഷേ പഴുപ്പില്ലാ ചക്കയാണെങ്കിൽ അവർ കഴിക്കില്ല, കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് പച്ചയായിട്ടിരുന്നപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് പുഴുക്കൊക്കെ ഉണ്ടാക്കാനും തോരനൊക്കെ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഇക്കാടെ ബ്രദർ ഒരു 7 ദിവസത്തേക്കാണ് കേട്ടോ വന്നിട്ട്. അപ്പോൾ ആള് പോകുന്ന ദിവസം എനിക്കൊരു എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഗ്രേറ്റ് ഫുഡിൽ നിന്ന് പൊതിച്ചോറൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഇക്കാടെ ബ്രദർ പോയി. അത് കഴിഞ്ഞ് രാത്രി ഞാൻ ലഞ്ച് ബോക്സിലേക്കുള്ള ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രോസൺ കോൺ ഇരിപ്പുണ്ടായിരുന്നു, ബ്രൊക്കോളി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രൊക്കോളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അതാണ് ഇട്ടത്. പിന്നെ ചിക്കനും മസാല വെച്ചിട്ടുണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് ഒന്നും ഇടാൻ നിന്നിട്ടില്ല, ഇതിലേക്ക് തന്നെ ഇട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ പൊടികളായിട്ട് പെപ്പറും ക്രഷ്ഡ് ചില്ലിയും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വേവിച്ച് വെച്ച സ്പഗറ്റിയൊക്കെ ആയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും ഒന്ന് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഭയങ്കര ഒരു സമാധാനമാണ്. ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. എൻ്റെ പിള്ളേർക്ക് ക്യാപ്സിക്കം തീരെ ഇഷ്ടമല്ല. അപ്പോൾ കൊടുത്തു വിടുമ്പോൾ ക്യാപ്സിക്കം ഇല്ലാതെ ശ്രദ്ധിച്ച് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഭയങ്കര ബഹളമാണ് എന്തിനാണ് ക്യാപ്സിക്കം ആഡ് ചെയ്തതെന്ന് ചോദിച്ചിട്ട്. 2 പേർക്കും ഇഷ്ടമല്ല. അങ്ങനെ ഇതേ പിറ്റേ ദിവസം രാവിലെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. സ്പഗറ്റി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സ്പഗറ്റി ആണെങ്കിലും പാസ്ത ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതും സ്നാക്സായിട്ട് മുന്തിരിയൊക്കെ ആയിട്ടാണ് കേട്ടോ കൊടുത്തയച്ചത്. അങ്ങനെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് ഞാനും 2-3 ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് മദീന മാളിൽ പോകുന്നതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു ബേബി ഷവർ സർപ്രൈസായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയതാണ്. ഞങ്ങളൊരു 5 പേരുണ്ട്. എന്നാലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് നമ്മളിതേ മദീന മാളിലേക്ക് എത്തി. ഹാസിമിനെ പ്ലേ സ്കൂളിലാക്കിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും നമുക്ക് തിരിച്ചെത്തണം. അങ്ങനെ അവിടെ എത്തി നമുക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. അവൾക്ക് വേണ്ട കുറച്ച് ജ്വല്ലറി ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. അതേപോലെ നമുക്കും 2-3 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ഷോപ്പുകളിൽ അങ്ങനെ കയറി ഇറങ്ങാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സാധനം ഒരു കടയിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് നമ്മൾ നോക്കിയ സാധനങ്ങളൊക്കെ ആമസോണിൽ നിന്ന് അങ്ങനെ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോ കടകളിലും കയറി നിരാശരായിട്ട് ഇറങ്ങി. പിന്നെ കുറേ നടന്നു കഴിയുമ്പോൾ നമുക്കൊരു വിശപ്പുണ്ടല്ലോ. അങ്ങനെ വേഗം ഫുഡ് കോർട്ടിൽ ചെന്ന് നമ്മുടെ പതിവ് പരിപാടിയിലേക്ക് നടന്നു. കാരണം എന്ത് നടന്നില്ലെങ്കിലും ഫുഡടി നടക്കണമല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. ഓരോരുത്തരും ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. മോമോസ് ഉണ്ടായിരുന്നു, അതേപോലെ ബ്രോസ്റ്റഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫുഡുകളൊക്കെ അങ്ങനെ ഓർഡർ ചെയ്തു. ചായ കുടിച്ചു. കുറേ നേരം നടന്നു കേട്ടോ. നമ്മൾ ഷോപ്പിംഗ് മാളുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ എത്രയാണോ നടക്കുന്നത് അതൊന്നും നമുക്കറിയില്ല. കുറേ നടന്നു കഴിയുമ്പോഴാണ്, ഭയങ്കരമായിട്ട് ടയേർഡാകുമ്പോഴാണ് നമ്മൾ ഇത്രയും നടന്നു എന്നുള്ളത് മനസ്സിലാവണേ. അങ്ങനെ നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. അപ്പോഴത്തേനും തിരിച്ചു പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ഈ ഒരു സമയം സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. കുട്ടികളുടെ സ്കൂൾ വിടുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കും ബ്ലോക്കും കാരണം കൊണ്ട് ഒറ്റ ടാക്സിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ച് മദീന മാളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം നടന്നപ്പോഴത്തേനും ഒരു ടാക്സി കിട്ടി. അങ്ങനെ കറക്റ്റ് കുട്ടികൾ വരുന്ന സമയമായപ്പോഴത്തേനും ജസ്റ്റ് വീട്ടിലെത്താണ് കേട്ടോ ചെയ്തത്. ഹാസിമ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡും കാര്യങ്ങളെല്ലാം ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷെ അവന് അത് ഫുഡ് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല. പിന്നെ ഞാൻ വന്നേ പിന്നെയാണ് കേട്ടോ കൊടുത്തത്. ആൾ നല്ല വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി കിട്ടാതെ നടന്നു വരുന്ന സീനാണ് കേട്ടോ കണ്ടത്. അങ്ങനെ തലേ ദിവസത്തെ കറിയും പിന്നെ ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ രാത്രിയിലത്തേക്ക് കറികളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞണ്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞണ്ട് ആദ്യം ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കറിക്കൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് കുറച്ചൊന്ന് റോസ്റ്റ് ആക്കാനും പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതും മാറ്റുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഞാൻ മസാല വെച്ചിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റി പൊടികളൊക്കെ ഇട്ട് അതിലേക്ക് ഞണ്ടൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അതേപോലെ ഞണ്ട് വെറുതെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞണ്ട് വെറുതെ ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് വെറുതെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ വേവുമെന്ന് വിചാരിക്കും, പക്ഷെ ഒരു വേവ് കുറവുമില്ല. നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാം. ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഉണ്ടാക്കിയൊരു സാലഡാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടൊരു ടാമറിൻ സോസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂംബ കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ലെറ്റ്യൂസ് കുറേ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ലെറ്റ്യൂസ് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് അതിലേക്ക് ആപ്പിളും പിന്നെ ഈ ഒരു ടാമറിൻ സോസും മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബേബി ഷവറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോ ദിവസവും ഓരോ വീടുകളിൽ ഓരോ ഗ്യാതറിംഗ് ആണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പ്രാക്ടീസ്, അതേപോലെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട് ദോശയും എഗ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാണ് കേട്ടോ രാവിലെ. അപ്പോൾ പിള്ളേരൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടും. എന്നിട്ട് ഇങ്ങനെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തും. എന്നിട്ട് വീട്ടിലെല്ലാവരും എഴുന്നേറ്റ് വരുന്ന സമയമാകുമ്പോഴത്തേനും തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. വീക്കെൻഡ്സിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ലാത്ത ദിവസമാണെങ്കിൽ പിള്ളേർ രാവിലെ സ്കൂളിൽ പോകുമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോഴത്തേനും പിള്ളേരൊക്കെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ റമദാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നാട്ടോ വിചാരിച്ചത്. ഓരോ ദിവസവും ഓരോ ഷെൽഫും അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യെ പയ്യെ ചെയ്താലാണല്ലോ എല്ലാം തീരുള്ളൂ. അപ്പോൾ കുറേ ഡ്രസ്സുകളൊക്കെ കൊടുക്കാനും ഒഴിവാക്കാനും അയൺ ചെയ്യാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ ക്ലീൻ ആക്കിയത് ഹാസിമിൻ്റെയും ഹാറൂൻ്റെ ആയിരുന്നു കേട്ടോ. അതിൽ നിന്ന് മാറ്റാനുള്ള ഡ്രസ്സുകളൊക്കെ മാറ്റി വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനമായി. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ ഷെൽഫിലേക്ക് വന്നതാണ്. അപ്പോൾ ഇക്ക വേഗം കയറി വന്നതാണ്. നീ ആർക്കും ഡ്രസ്സ് കൊടുക്കുകയില്ല, എത്ര പഴയതാണെങ്കിലും വീട്ടിലെടുത്ത് വെക്കും, വേണ്ടതും വേണ്ടാത്തതും എല്ലാം അലമാരി കയറ്റി വെക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഷെൽഫിൻ്റെ അവസ്ഥ. കാരണം ഞാൻ ഡെയിലി ചായ കുടിക്കൽ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡെയിലി ഡ്രസ്സുകൾ അലമാരിയിൽ നിന്ന് വലിച്ചിടുന്നതല്ലാതെ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങലില്ല. ഇത് പകുതി ക്ലീൻ ആക്കിയതും പകുതി ക്ലീൻ ആക്കാത്ത ഷെൽഫാണ് കേട്ടോ. അപ്പോൾ ഒഴിവാക്കാനുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഞാനിങ്ങനെ മാറ്റി വെക്കുന്നത്. ഇത് പിള്ളേരുടെ അലമാരി എന്തായാലും സെറ്റായിട്ടുണ്ട്. ഒരുപാട് ചെറുതായ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ പഴയ ക്ലാസ്സുകളിലെ ബുക്സ് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു, അതും പുറത്ത് മാറ്റിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വശം ഇങ്ങനെ ഒതുക്കി ഒതുക്കി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒന്നോ രണ്ടോ ഷെൽഫുകളായിരിക്കും ക്ലീൻ ചെയ്യുന്നത്, പക്ഷെ അത് കഴിഞ്ഞിട്ട് വീട് ഒരു യുദ്ധക്കളമാവും കേട്ടോ. അതിൽ നിന്നുള്ള വേസ്റ്റുകൾ വേറെ, ഒഴിവാക്കാനുള്ളത് വേറെ, കളയാനുള്ളത് വേറെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ടയേർഡാവണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. 2 ഷെൽഫുകളാണ് ക്ലീൻ ആക്കി എടുത്തത്. പ്രത്യേകിച്ച് എൻ്റെ കുറേ ഡ്രസ്സുകൾ 1ഉം 2ഉം തവണ ഇട്ടിട്ട് കഴുകാതെയൊക്കെ വെച്ച ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു. തേക്കാനുള്ളത് തേച്ച് വെച്ചു, ഒഴിവാക്കാനുള്ളത് ഒഴിവാക്കാനിട്ടു. അങ്ങനെ എൻ്റെ ഷെൽഫും അൽഹംദുലില്ലാ അതേ സെറ്റാക്കി റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്ന് വീട്ടിലുണ്ട്. പിള്ളേർക്കും ഇന്ന് വീക്കെൻഡാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാനൊന്ന് ഫെസ്റ്റിവൽ സിറ്റിയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ റമദാൻ്റെ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളും, ഒരുപാടൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടി അങ്ങനെ വന്നതാണ്. അപ്പോൾ ഐക്യയിലൊന്ന് കയറാം, അതേപോലെ സെൻറ്റർ പോയിൻ്റ് കുറേ ഷോപ്പുകളുണ്ടല്ലോ, അപ്പോൾ അവിടേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം തന്നെ പാൻ ഹോമാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അവിടെ ഒന്ന് കയറി. അവിടെ നിന്ന് 2-3 സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓരോ തവണ ചെല്ലുമ്പോഴും വാങ്ങിക്കാനല്ല, അവിടുത്തെ ഡെക്കറേഷനും അതേപോലെ പുതിയ പുതിയ കളക്ഷനൊക്കെ കാണാനാണ് ഭയങ്കര ഇഷ്ടം. പാൻ ഹോം, ഐക്യ ഇങ്ങനത്തെയൊക്കെ ഷോപ്പുകൾ വെറുതെ കയറി ഇറങ്ങി നടന്ന് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ പെറുക്കി ഞങ്ങൾ നേരെ ഐക്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഐക്യയിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നും നടക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ നടക്കാനാണെങ്കിൽ തീരില്ല. ഞങ്ങൾക്ക് ഇനിയും ഒരു 3-4 ഷോപ്പുകൾ കയറാനുണ്ട്. അപ്പോൾ ഏറ്റവും ബാക്കിലുള്ള ആ ഒരു ഏരിയയിൽ കയറി 2-3 പ്ലാന്റ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ എനിക്ക് നല്ലൊരു ജഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ഐറ്റംസൊക്കെ വാങ്ങി. അപ്പോഴത്തേനും നടന്ന് ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ ഷവർമയൊക്കെ കഴിച്ച് ഇതേ അടുത്ത ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്.
നെക്സ്റ്റ് ഞങ്ങൾ ഫ്ലൈയിങ് ടൈഗർ എന്നുള്ള ഷോപ്പിലാണ് കേട്ടോ വന്നത്. അവിടെ ഞങ്ങൾ വിചാരിച്ച പോലത്തെ സംഭവങ്ങളൊന്നും കിട്ടിയില്ല. കഴിഞ്ഞ തവണയൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ സെൻറ്റർ പോയിന്റിൽ പോയി അവിടെ നിന്ന് 2-3 പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ അത്യാവശ്യം റമദാൻ്റെ കളക്ഷനും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ വാലൻറ്റൈൻസ് ഡേയുടെ സെറ്റപ്പാണ് കേട്ടോ എല്ലാ ഷോപ്പുകളിലും കൂടുതൽ. വാലൻറ്റൈൻസ് ഡേ പ്ലസ് റമദാൻ അങ്ങനെയാണ് എല്ലായിടത്തെയും തീമും കാര്യങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ കിട്ടി. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദർ, അവൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ചീസ് കേക്ക് ഫാക്ടറിയിൽ പോകാമെന്നും പറഞ്ഞിട്ട് പിന്നെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം അവസാനിപ്പിച്ച് ഒരു 10 മണിയൊക്കെ ആയിട്ടാണ്. അങ്ങനെയൊക്കെ ഫുഡ് കഴിച്ച് തിരിച്ച് പോകാമെന്നുള്ളൊരു പരിപാടിയിലാണ്. അങ്ങനെ നേരെ ചീസ് കേക്ക് ഫാക്ടറിയിലേക്ക് പോയി. അവിടുത്തെ ചീസ് കേക്ക് അറിയാലോ, രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഒരു കേക്ക് കട്ടിങ്ങും ചെറിയൊരു രീതിയിലൊരു സെലിബ്രേഷൻ, തലേദിവസമായിരുന്നു ബർത്ത്ഡേ, എന്നാലും ഒരു ചെറിയ സെലിബ്രേഷൻ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഫെസ്റ്റിവൽ സിറ്റിയിൽ എപ്പോഴും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് വ്യൂ കിട്ടുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ ഇവിടെ ബർത്ത്ഡേ ആണെന്ന് പറയുകയാണെങ്കിൽ അവർ വിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർ വിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാട്ടറിൻ്റെ ഫൗണ്ടെയിനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് ചെറിയൊരു വീഡിയോ എടുത്തതാണ്. ഇവിടുത്തെ ബാക്ക് വശം കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞാൻ ഒരുപാട് നാളത്തെയാണ് കേട്ടോ ഫെസ്റ്റിവൽ സിറ്റിയിൽ വന്നത്. ഇക്കാക്ക് തീരെ താല്പര്യമില്ലാത്ത സ്ഥലമാണ് കേട്ടോ ഷോപ്പിംഗ് മാള്. അതുകൊണ്ട് ഞാൻ തീരെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരലില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വന്ന് പോകലാണ് കൂടുതലും. അതും വളരെ റെയറായിട്ടാണ് കേട്ടോ ഷോപ്പിംഗ് മാളുകളിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പ്ലാൻ ചെയ്തൊക്കെ വീട്ടിലിരിക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങലാണ് പതിവ്. അപ്പോൾ ഇവിടുത്തെ വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ. എല്ലായിടവും ഫുള്ളായിരുന്നു. ഒരുപാട് തിരക്കില്ലെങ്കിലും ചീസ് കേക്ക് ഫാക്ടറിയൊക്കെ ഫുള്ള് ആളായിരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന കേക്കും കാര്യങ്ങളൊക്കെ വന്നു. കേക്കൊക്കെ കട്ട് ചെയ്തു, ഫുഡൊക്കെ കഴിച്ച് ഒരു 11 മണിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി. 1 മണിയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇക്കായും പിള്ളേരൊക്കെ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ വീട്ടിലെത്തിയത്. ചീസ് കേക്ക് ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു ബണ്ണാണെങ്കിലും അവിടുത്തെ ബട്ടറാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ ഞങ്ങൾ തട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ ഒരു ചിക്കനും ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ കേക്കും ഒക്കെ ആയിട്ട് കഴിച്ചു. ഷവർമയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിക്കാന്ന് കഴിച്ചത് കൊണ്ട് തന്നെ വയറ് അത്യാവശ്യം ഫുള്ളായിരുന്നു കേട്ടോ. ഇതും കൂടി കഴിച്ചതോടുകൂടി എന്തായാലും ഫില്ലായി. Happy birthday from Cheesecake. Happy birthday to you. Thank you. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിട്ടിയ സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഒരുപാട് സംഭവങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ, റമദാനൊക്കെ ആയിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുക. അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.